വീണ്ടും വാർത്തകളിലേക്ക്. ഓസ്ട്രേലിയയിൽ ഇന്ധന ലഭ്യത ഉറപ്പാക്കാനും വിലക്കയറ്റം നിയന്ത്രിക്കാനും അടിയന്തര നടപടികൾ നീട്ടി ഫെഡറൽ സർക്കാർ. ആഗോള ഊർജ്ജ വിപണിയിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ദേശീയ സംഭരണികളിൽ നിന്ന് കൂടുതൽ ഇന്ധനം വിപണിയിലെത്തിക്കും. ഓസ്ട്രേലിയയിൽ നിന്ന് സംഗീത ഗോപിനാഥ് തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. ഓസ്ട്രേലിയയിൽ ഇന്ധന ലഭ്യത ഉറപ്പാക്കുന്നതിനും വിലക്കയറ്റ സമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനുമായി ഫെഡറൽ സർക്കാർ അടിയന്തര ഇന്ധന നടപടികൾ കൂടുതൽ കാലത്തേക്ക് നീട്ടിയതായി അറിയിച്ചു. ആഗോള ഊർജ്ജ വിപണികളിൽ തുടരുന്ന അനിശ്ചിതത്വവും വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും പരിഗണിച്ചാണ് ഈ തീരുമാനം. ഇതിന്റെ ഭാഗമായി രാജ്യത്തിന്റെ ദേശീയ സംഭരണികളിൽ നിന്ന് കൂടുതൽ പെട്രോളും ഡീസലും ആഭ്യന്തര വിപണിയിലേക്ക് വിതരണം ചെയ്യാൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ഊർജ്ജ വിതരണവുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ തുടരുന്ന ഈ സാഹചര്യത്തിൽ ഇന്ധനക്ഷാമം ഒഴിവാക്കുകയും ഉപഭോക്താക്കൾക്ക് സ്ഥിരതയാർന്ന വിതരണം ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് നടപടിയുടെ പ്രധാന ലക്ഷ്യമെന്ന് സർക്കാർ വ്യക്തമാക്കി. ഗതാഗതം, കാർഷിക മേഖല, ഖനന വ്യവസായം എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ മേഖലകൾക്ക് ഇന്ധന ലഭ്യത നിർണായകമായതിനാൽ ഈ തീരുമാനം രാജ്യത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുമെന്നും വിലയിരുത്തപ്പെടുന്നു. അതേസമയം ആഗോള വിപണിയിലെ മാറ്റങ്ങൾ ഇന്ധനവിലയെ ബാധിക്കുന്ന സാഹചര്യം തുടരുന്നുണ്ടെങ്കിലും ആഭ്യന്തര വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിലൂടെ വിലവർധനയുടെ ആഘാതം കുറയ്ക്കാൻ കഴിയുമെന്നാണ് ഓസ്ട്രേലിയൻ സർക്കാരിന്റെ പ്രതീക്ഷ. ഊർജ്ജ സുരക്ഷയും സ്ഥിരതയാർന്ന ഇന്ധന വിതരണവും ഉറപ്പാക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് ഈ അടിയന്തര നടപടികൾ തുടരുന്നതെന്ന് അധികൃതർ അറിയിച്ചു. സംഗീത ഗോപിനാഥ്, 24 ഓസ്ട്രേലിയ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.